വില്ലവാക്കത്ത് നിന്ന് മനീഷ് മൂർത്തി ചേരുന്നുണ്ട്. വിവരങ്ങൾ നൽകാനായി മനീഷ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് വലിയ ജനപങ്കാളിത്തം വിജയുടെ റാലിയിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട്. ഇത്തവണയും ഇന്നും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെ, എവിടെയൊക്കെയാണ് ഇന്നിപ്പോൾ റാലി ഉള്ളത്? ആരംഭിച്ചോ? വിവരങ്ങൾ എന്തൊക്കെ? സുഹൈൽ, അമൃത, വില്ലിവാക്കത്തെ റാലി കഴിഞ്ഞു. അതിപ്പോൾ കഴിഞ്ഞ് വിജയ് ഇപ്പോൾ അവിടേക്ക് പോയിട്ടു അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അണ്ണാനഗറാണ്. അണ്ണാനഗറിൽ നിന്നും മറ്റ് വിരുകമ്പാക്കത്തേക്ക് പോകും. അങ്ങനെ 3 ഇടങ്ങളിലാണ് വിജയുടെ റാലി എന്ന് പറയുന്നത്. ചെറിയ ചില പ്രശ്നങ്ങൾ, അത് ഒരുപാട് നേരമായി ഇവിടെ ഈ പറഞ്ഞ രീതിയിൽ ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്കിപ്പോഴും ദൃശ്യങ്ങളിൽ കാണാം, ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇവിടുന്ന് പിരിഞ്ഞു പോയിട്ടില്ല. നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. ഉച്ച സമയം മുതൽ ഏകദേശം 1:30 മണി മുതൽ തന്നെ ഇവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതിൽ 2 പേർ, ഈ വിജയ് വന്ന ആ ഒരു സമയത്ത് തന്നെ 2 പെൺകുട്ടികളാണ്. അവർ തലകറങ്ങി വീഴുന്ന ഒരു നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തി. അത്ര വലിയ തിരക്കായിരുന്നു. ഈ ബാരിക്കേഡിനകത്ത് ശ്വാസം മുട്ടുന്ന ഒരു നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുമായിരുന്നു. എന്തായാലും 2 പേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മറ്റ് ആ രീതിയിലുള്ള ചെറിയ ചില പ്രശ്നങ്ങളുണ്ടായി. എന്തായാലും ഇവിടെ വിജയ് ഇന്നിവിടെ സംസാരിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അത്തരത്തിലുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും വിജയ് ഇന്നും ഇവിടെയും സംസാരിച്ചിട്ടില്ല. ഇനിയിപ്പോൾ 2 സ്ഥലങ്ങളിൽ കൂടിയാണ്, അണ്ണാനഗറിലും അതുപോലെ തന്നെ വിരുകമ്പാക്കത്തുമാണ് വിജയുടെ പര്യടനമുള്ളത്. അതിനുശേഷം ഇന്നിപ്പോൾ വിജയുടെ പര്യടനം അവസാനിക്കും. മറ്റ് തമിഴ്നാടുമായി ബന്ധപ്പെട്ടപ്പോൾ 6:30 മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വൈകുന്നേരം 6:30 മണി മുതലാണ് പര്യടനം നടത്തുന്നത്. അത് എഗ്മോറിൽ തുടങ്ങി കൊളത്തൂരിൽ, അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ കൊളത്തൂരിൽ അവസാനിക്കുന്ന രീതിയിലാണ് ആ പര്യടനം എന്തായാലും തീരുമാനിച്ചിട്ടുള്ളത്. ആ രീതിയിലാണ് എന്തായാലും തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. കാരണം ഇനിയിപ്പോൾ കൃത്യമായി പറഞ്ഞാൽ വളരെ കുറച്ച് സമയം, 24 മണിക്കൂർ കൂടിയേ ഉള്ളൂ പരസ്യ പ്രചാരണം അവസാനിക്കാൻ. അപ്പോൾ എല്ലാ കക്ഷികളും, എല്ലാ പാർട്ടികളും ഓരോ കുടുംബങ്ങളെയും അല്ലെങ്കിൽ ഓരോ വോട്ടർമാരെയും നേരിൽ കാണുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമങ്ങളിൽ തന്നെയാണ് നിലവിൽ. പരമാവധി വാഹന പ്രചരണമാണ് എല്ലാവരും നടത്തുന്നത്. എല്ലാ മേഖലകളിലേക്കും പോവുക, അവിടെയുള്ള ആളുകളെ കാണുക തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് എന്തായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ നേതാക്കളും ഒക്കെ എത്തുന്നത്. മാത്രമല്ല സംസ്ഥാന നേതാക്കൾ, ദേശീയ നേതാക്കളെല്ലാം തന്നെ തമിഴ്നാട്ടിലേക്ക് എത്തുന്നുമുണ്ട്. നാളത്തോടു കൂടി, നാളെ വൈകുന്നേരം 6 മണിയോട് കൂടിയാണ് പരസ്യ പ്രചാരണം അവസാനിക്കുന്നത്. അവസാന ഘട്ടത്തിൽ പ്രചാരണ ചൂടിൽ തന്നെയാണ് തമിഴ്നാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.